നമസ്കാരം. മ്യാൻമർ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയർന്നു. 838 മരണം സ്ഥിരീകരിച്ചു. ആയിരങ്ങൾ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ സ്ഥിരീകരണം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമറിൽ രക്ഷാദൌത്യം അതിതീവ്രമായി തുടരുകയാണ്. നിരവധി പേർ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. 1600-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായാണ് നിലവിലെ കണക്കുകൾ പറയുന്നത്. മ്യാൻമർ സൈനിക നേതാവ് വ്യക്തമാക്കുന്ന കണക്കുകളാണിത്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത് വ്യക്തമല്ല. നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന പ്രദേശം കൂടിയായിരുന്നു. എന്തായാലും മ്യാൻമർ അതിഭീകരമായൊരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:50 7.7 തീവ്രതയുള്ള ആദ്യ ഭൂചലനം മാൻഡ്ലയിൽ രേഖപ്പെടുത്തിയത്. 12 മിനിറ്റിന് ശേഷം 6.4 തീവ്രതയിൽ മറ്റൊരു ഭൂകമ്പം കൂടി ഉണ്ടായി. എന്നാൽ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. 4.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങളും ആശുപത്രികളും പുരാതന ക്ഷേത്രങ്ങളുമെല്ലാം നിലംപതിച്ചു. കെട്ടിടങ്ങളിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് ആളുകൾ രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മ്യാൻമറിലെ സാഗെയിങ് നഗരത്തിന് സമീപമാണ്. മ്യാൻമറിന് ശേഷം ഏറ്റവും നാശനഷ്ടമുണ്ടായത് അയൽരാജ്യമായ തായ്ലൻഡിലാണ്. ബാങ്കോക്കിലെ കൂറ്റൻ കെട്ടിടങ്ങളിൽ ചിലത് ആടിയുലയുകയും തകരുകയും ചെയ്തു. നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് കനത്ത നാശം സംഭവിച്ച മ്യാൻമറിലേക്ക് സഹായം എത്തിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി വ്യോമസേനാ വിമാനം യാങ്കൂൺ വിമാനത്താവളത്തിലെത്തി. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമായി ഹിൻഡൻ വ്യോമസേന സ്റ്റേഷനിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ C-130J വിമാനമാണ് യാങ്കൂണിലെത്തിയത്. മ്യാൻമറിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് മുന്നിൽ നിന്ന് തന്നെ ഇന്ത്യ പ്രവർത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം പ്രകടിപ്പിക്കുകയും അയൽരാജ്യത്തിന് സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തു. ടെന്റുകൾ, ബ്ലാങ്കറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, ഭക്ഷ്യ പാക്കറ്റുകൾ, ശുചീകരണ കിറ്റുകൾ, സോളാർ ജനറേറ്ററുകൾ, ആവശ്യമരുന്നുകൾ എന്നിവയടക്കം 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കളാണ് ഇന്ത്യയുടെ ആദ്യഘട്ട സഹായത്തിൽ മ്യാൻമറിലെത്തിയത്. കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനാ ടീമും മ്യാൻമറിലെത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ സഹായം ഇനിയും ഇന്ത്യ നൽകുമെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കറും അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച മധ്യ മ്യാൻമറിലും തായ്ലൻഡിലുമായി ഉണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ എന്തായാലും 1000 കടക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. മ്യാൻമറിലാണ് ഭൂകമ്പം ഏറ്റവും അധികം ആൾനാശം വരുത്തിയത്. എന്നാൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ചൈനയിലുമൊക്കെ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു. മേഘാലയയിലെ കിഴക്കൻ ഗാരോ ഹിൽസിലും കൊൽക്കത്ത, ഇംഫാൽ എന്നിവിടങ്ങളിൽ 4 തീവ്രതയിലുമാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടത്. എന്തായാലും മ്യാൻമറിൽ അതിഭീകരമാണ് അവസ്ഥ. നിരവധി ആളുകളാണ് കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. വലിയ രീതിയിൽ ആളുകൾ ഓടി മാറുന്നതിൻ്റെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിരവധി കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എത്രയധികം ആളുകൾക്ക് ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെന്നതിൻ്റെ കണക്കെടുപ്പുകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല മ്യാൻമറിന് പൂർണ്ണമായ സഹകരണം ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ നൽകുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണയുമുണ്ട്. എന്തായാലും മ്യാൻമർ ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ദുരന്തം അതിഭീകരമാണെന്ന കാര്യത്തിൽ സംശയമില്ല.